ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല? സമൂഹത്തിലെ ദൈവമക്കൾക്ക് സമൃദ്ധി വേണ്ടേ? ഇപ്പോൾ ധാരാളം സുവിശേഷകരും കള്ളപ്രവാചകന്മാരും സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച് പലരുടെയും കൈവശമുള്ള സമൃദ്ധിയെ അടിച്ചു മാറ്റി കള്ളപ്രവാചകന്മാർ സമൃദ്ധിയുള്ളവരാകുന്നു. ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുമ്പോഴാണ് വ്യാജന്റെ പ്രസംഗം. നിന്നെ ദൈവം ദൈവവേലയ്ക്കായി ഉപയോഗിക്കാൻ പോകുന്നു. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ. ദൈവവേല നിസ്സാരമല്ല. ഇതിനെക്കുറിച്ച് പ്രാസംഗികൻ പ്രസംഗിച്ച് പൊക്കി പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞതാ നിന്നെ ദൈവവേലയ്ക്കായി ഉപയോഗിക്കണമെന്ന്. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരുടെ മക്കളോ അവർ ഡോക്ടറും എഞ്ചിനീയറുമാകും. മാത്രമല്ല അമേരിക്കയിലും UK-യിലും നല്ല പദവിയിലുമാണ്. സ്വന്തം മക്കളെ ദൈവവേലയ്ക്ക് ദൈവം വിളിച്ചില്ലേ? പാവപ്പെട്ടവൻ്റെ തലയിൽ വച്ച് കെട്ടുന്ന കള്ളപ്രവാചകന്മാരാണ് കേരളത്തിൽ അധികവും. അപ്പോസ്തലപ്രവർത്തികൾ 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്നും കപ്പൽ കയറി സൈപ്രസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദനും കള്ളപ്രവാചനുമായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളിൽ അന്തോക്കിയ ക്രിസ്തീയ സഭ അതൊരു വേർപെട്ട സഭയാണ്. മിഷണറി വേലയ്ക്കായി പരിശുദ്ധാത്മാവ് 2 പേരെ തിരഞ്ഞെടുത്തു. ഇബ്രായ നാമക്കാരനായിട്ടല്ല, റോമ പൗരന്റെ നാമത്തിലാണ് പൗലോസ് ബർണബാസും കുപ്രോസ് എന്ന സൈപ്രസ് ദ്വീപിലേക്ക് കപ്പൽ കയറിയത്. സലമീസിൽ നിന്നും 160 കിലോമീറ്റർ അകലെ ദ്വീപിൻ്റെ പടിഞ്ഞാറ് അറ്റത്തുള്ള തലസ്ഥാന നഗരമാണ് പാഫോസ്. ഈ പാഫോസിൽ വച്ചാണ് ബർയേശു എന്നു പേരായ കള്ളപ്രവാചകനും മാന്ത്രികനുമായവനെ പൗലോസ് കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ. ബർയേശ് എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിൻ്റെ മകൻ. അക്കാലത്ത് യേശു എന്ന പേര് മറ്റു പലർക്കും ഉണ്ടായിരുന്നു. യോശുവ യേശു എന്ന സങ്കുചിത ഒരു രൂപമാണ്. യേശുദാസ്, കേരളത്തിൽ ധാരാളം പേർക്ക് ഈ പേരുണ്ട്. ഹല്ലേലൂയ. ദേവസ്യ, ഈ പേരുള്ളവരെല്ലാം ദൈവത്തിൻ്റെയോ യേശുവിനെയോ ദാസന്മാരായിട്ടുണ്ടോ? ഇവരുടെ പ്രവൃത്തികൾ ദൈവത്തിനും യേശുവിനും ഇപ്പോൾ ചിലർ ഒക്കെ എതിരാണ്. ഹല്ലേലൂയ. എലിമാസ് എന്ന വാക്കിൻ്റെ അർത്ഥം മന്ത്രവാദി.
സൈപ്രസ് ദ്വീപിലെ റോമൻ ഗവർണറായ സെർഗിയോസ് പൗലോസിന് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ ബർയേശു എന്ന എലിമാസ് മന്ത്രവാദി അതിനെ എതിർത്തു, അതിനെ തടഞ്ഞു. ദൈവവചനം കേൾക്കുന്നവരെ തടയുന്ന ദുഷ്ടശക്തികളും ഉണ്ട്. കള്ളപ്രവാചകനെ പൗലോസ് ശാസിച്ചു. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ നമ്മളും ശാസിക്കണം. ഹല്ലേലൂയ. അവൻ എത്ര പിശാചുക്കളെ അയച്ചാലും അതിനെയൊക്കെ നമ്മൾ ശാസിച്ച് നശിപ്പിക്കണം. ഹല്ലേലൂയ. ദേശാധിപതിയായ സെർഗിയോസ് പൗലോസിൻ്റെ വിശ്വാസം തടഞ്ഞു കളയുവാൻ ശ്രമിച്ചു. ഈ മന്ത്രവാദി ഹല്ലേലൂയ സെർഗിയോസ് പൗലോസിൻ്റെ ദേശാധിപതിയായ ഗവർണറായ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ തടഞ്ഞു കളയുവാൻ ശ്രമിച്ചു. ഇതേപോലെ തന്നെ ചിലരുടെ വിശ്വാസങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന ദുഷ്ടശക്തികൾ ഹല്ലേലൂയ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തെ വരെ ഹല്ലേലൂയ കലക്കിക്കളഞ്ഞ് അവരുടെ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്ന ഹല്ലേലൂയ കള്ളപ്രവാചകന്മാർ ധാരാളമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞും കൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. ബറേഷ്, യേശുദാസ്, ദേവസ്യ എന്നു പേരുള്ള ചിലർ മടങ്ങി വരട്ടെ. ദേവസ്യ, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, 80 വയസ്സ് കഴിഞ്ഞ സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? നിനക്ക് എന്നെ കാണാം. ഹല്ലേലൂയ. എനിക്കും നിന്നെ കാണാം. സാത്താൻ നിനക്ക് കാണിക്കുമ്പോൾ ദൈവം യേശു നിന്നെ എനിക്ക് കാണിക്കും. ഹല്ലേലൂയ. മതിയാക്കിയില്ലെങ്കിൽ സാത്താനെ, കർത്താവിൻ്റെ കൈ കള്ളപ്രവാചകനായ നിന്റെ മേൽ വീഴും. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ബറേഷ്, എലിമാസ് വീണതുപോലെ ഹല്ലേലൂയ എൻ്റെ വൈരികളും വീഴട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പുറംജാതികളുടെ ഇടയിലെ മിഷനറി പ്രവർത്തനത്തിൽ ആദ്യമായി മാനസാന്തരപ്പെട്ട റോമൻ ഗവർണറാണ് സെർഗിയോസ് പൗലോസ്.
ഇത്തരത്തിൽ നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.